ജമ്മു കാശ്മീരിലെ ഗുൽമാർഗിൽ കേബിൾ കാറിൽ നൂറുകണക്കിന് സഞ്ചാരികൾ കുടുങ്ങി. സഞ്ചാരികളെ സുരക്ഷിതരാക്കി ഇറക്കാനുള്ള നടപടികൾ തുടരുന്നു. വിസ്മയ പ്രകാശുണ്ട് വിവരങ്ങളുമായി. വിസ്മയ, എന്തായാലും സഞ്ചാരികളൊക്കെ നിലവിൽ സുരക്ഷിതരാണോ? എങ്ങനെയാണ് സാഹചര്യം? കാർത്തു, ജമ്മു കാശ്മീരിലെ ഗുൽമർഗിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് ഗുൽമർഗിലെ ഏറ്റവും ആകർഷകമായ ഒരു കാര്യമാണ് കേബിൾ കാർ എന്ന് പറയുന്നത്. ആ ഒരു കേബിൾ കാറിൽ സാങ്കേതിക പ്രശ്നം ഉണ്ടാവുകയും സാങ്കേതിക തകരാറ് സംഭവിക്കുകയും അതിനെ തുടർന്ന് ആ ഒരു കേബിൾ കാറിൽ ഉണ്ടായിരുന്ന സഞ്ചാരികൾ കുടുങ്ങുകയായിരുന്നു. നമുക്ക് ലഭിക്കുന്ന വിവരം പ്രകാരം 300ഓളം സഞ്ചാരികൾ കുടുങ്ങിയിട്ടുണ്ടെന്നാണ് വിവരം ലഭിക്കുന്നത്. അതുപോലെ തന്നെ ആ കുടുങ്ങിയ സഞ്ചാരികൾ മലയാളികളും ഉൾപ്പെടുന്നു എന്നുള്ളൊരു കാര്യം കൂടെ അറിയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ഒരു രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ആ സഞ്ചാരികളെ താഴെ ഇറക്കുന്ന ഒരു പ്രവർത്തനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. 80 പേരെ സുരക്ഷിതമായി താഴെ ഇറക്കി എന്നാണ് ലഭിക്കുന്ന ഒരു പുതിയ വിവരം എന്ന് പറയുന്നത്. 62 ക്യാബിനുകൾ ഉണ്ടെന്നാണ് അറിയുന്നത്. ആ 62 ക്യാബിനുകളിൽ 10 എണ്ണം ഒഴിപ്പിച്ചു. ആ 10 എണ്ണത്തിൽ 80 പേരെയാണ് ഇതുവരെ താഴെ ഇറക്കി രക്ഷപ്പെടുത്തിയത്. എന്തായാലും ഈ ഒരു രക്ഷപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് അവിടെ ഈ ഒരു SDRF സംഘമടക്കം പോലീസും അങ്ങനെ എല്ലാ സംഘവും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഇതേപ്പറ്റി എല്ലാവരും സുരക്ഷിതരാണെന്നുള്ളൊരു കാര്യം കൂടെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്, ആൾക്കാരെ താഴെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യമാണ് ഈ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഏകദേശം 1 മണിക്കൂർ അടുത്തിരിക്കുന്നു ഈ ഒരു കേബിൾ കാർ കുടുങ്ങിയിട്ട്. അത് 1 മണിക്കൂറോളം ഈ ഒരു സഞ്ചാരികൾ കേബിൾ കാറിൽ തന്നെയാണ്. ആ ഒരു സഞ്ചാരികളാണ് ഇപ്പോൾ രക്ഷിച്ചിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാവുന്നത് പോലെ തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് കേബിളിൽ നിന്ന് നൂർന്നെറിഞ്ഞ് ആ ഒരു കാറിലേക്ക് എത്തി അവിടെ നിന്ന് റോപ്പിലൂടെയാണ് ഈ ഒരു സഞ്ചാരികളെ പുറത്തിറക്കുന്നത്. ഈ ഒരു കേബിൾ കാർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഉയരത്തിലാണ് ഈ ഒരു കേബിൾ കാർ ഉള്ളത്. അതിനാൽ തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും എന്നിരുന്നാലും ഈ ഒരു കേബിളിൽ കൂടെ, അതായത് ഒരു കേബിൾ കൂടെയാണ് ഇവരെ താഴേക്ക് ഇറക്കുന്നത്. എന്തായാലും 1 മണിക്കൂറോളം ഇവർ ആ ഒരു കേബിൾ കാറിൽ കുടുങ്ങിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ 1 മണിക്കൂറോളം ഭക്ഷണമോ വെള്ളമോ അതിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഈ ഒരു സീസൺ എന്ന് പറയുന്നത് ഒരു മഞ്ഞ്, അതുപോലെ തന്നെ ഈ ഒരു ഗുൽബർഗിൽ അത്രയും സഞ്ചാരികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സീസണാണ്. അതുകൊണ്ട് തന്നെ അവിടെ സഞ്ചാരികൾ ഏറെയും കേബിൾ കാർ, അതിലെ ഗുൽബർഗിൽ തന്നെ ഒരു ആകർഷകമായ ഒരു കാര്യമാണ് കേബിൾ കാർ എന്ന് പറയുന്നത്. അങ്ങനെ അതിലൊരു 300ഓളം സഞ്ചാരികളായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും അതിനാണിപ്പോൾ സാങ്കേതിക തകരാർ സംഭവിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കാർത്തു, ശരി. എന്തായാലും ജമ്മു കാശ്മീരിലെ ഗുൽമാർഗിലാണ് കേബിൾ കാറിൽ നൂറുകണക്കിന് സഞ്ചാരികൾ കുടുങ്ങിയത്. സഞ്ചാരികളെ സുരക്ഷിതരായി ഇറക്കാനുള്ള നടപടികളടക്കം തുടരുകയാണ്. നിലവിൽ 80ഓളം സഞ്ചാരികളെയാണ് സുരക്ഷിതരായി താഴെ ഇറക്കിയിരിക്കുന്നത്. എന്തായാലും ഉദ്യോഗസ്ഥരടക്കം കൃത്യമായ രക്ഷാപ്രവർത്തനം നടത്തി വരികയാണ്. വിസ്മയാണ് വിവരങ്ങൾ നൽകിയത്.